ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കേരളത്തിലെ വലിയ തൊഴിൽദാതാവ് എന്ന നിലയിൽ വസ്ത്രവ്യാപാര മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഉയർന്ന നികുതി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓൺലൈൻ വ്യാപാരവും കുത്തകകളുടെ കടന്നുകയറ്റവും കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയെ ഇല്ലാതാക്കുകയാണ്. നികുതി ഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചെങ്കിലും ശാശ്വത പരിഹാരം ആവശ്യമാണ്. കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന നിലയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. ജനുവരി 16 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി MS സിറാജ്, പ്രസിഡന്റ് M കുമാരൻ, ട്രഷറർ ഷാനവാസ്, ഫൈസൽ ശോഭ, C കൃഷ്ണകുമാർ, അഭിലാഷ്, ഖാജ ഹുസൈൻ എന്നിവർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽ മേഖല ഏറ്റവും കൂടുതൽ ഈ പരിസരത്തുള്ള ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിലെ എല്ലാ ചെറുകിട കച്ചവടക്കാരെയും നമുക്കൊരു മെമ്പർഷിപ്പ് അവർക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അവരെയും കൂടി സംഘടന ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തോടെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സംഖ്യ വയനാട് ഈ നമ്മളെ മുണ്ടക്കയമ്മ പരിപാടിക്ക് നമ്മുടെ സംഘടനയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സമൂഹത്തിൽ ഒരുപാട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് KTG എന്ന സംഘടന. GST 18%, കച്ചവട വാടക കെട്ടിടങ്ങൾക്കുള്ള 18% എന്നുള്ള ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. അതിൽ ചെറിയൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40,000-ഓളം വ്യാപാരികൾക്ക് കേരളത്തിൽ അതിനൊരു ആശ്വാസം കിട്ടി. എന്നാലും ബാക്കിയുള്ള കച്ചവടക്കാർക്ക് കിട്ടിയിട്ടില്ല. കച്ചവടം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രയാസം. അതിനൊപ്പം തന്നെ ഈ കോർപ്പറേറ്റ്, അതിനൊപ്പം തന്നെ ഗവൺമെന്റുകളുടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഇത് മുന്നോട്ട് പോകാൻ തന്നെയുള്ള ബുദ്ധിമുട്ട് ഒരുപാടാണ്. ഒട്ടനവധി പ്രയാസങ്ങൾ വസ്ത്രമേഖലയിലുണ്ട്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.